ഹലോ ഗൈസ്, അപ്പം നമ്മൾ രാവിലെ ഒരുങ്ങി കെട്ടി നിൽക്കുന്നത് നമ്മളിന്ന് എൻ്റെ കോളേജ് ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് നമ്മളിന്ന് ട്രിവാൻഡ്രം വരെ പോകുകയാണ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് അവിടെ ഫ്രണ്ടിൽ നോക്കി നിൽപ്പുണ്ട് അക്കു. നമ്മൾ ട്രെയിൻ വന്നു. അങ്ങനെ വെളുമാരൊക്കെ കണ്ടുപിടിച്ച് അതിനകത്തോട്ട് കയറി. തിരക്കെന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരത്ത് ഇറങ്ങി. അവിടെ നിന്ന് നമ്മളെ നേരെ ഫുഡ് കഴിക്കാനുണ്ട്. അതുപോലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു, രാവിലത്തെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ രാവിലെ ജസ്റ്റ് ലൈറ്റായിട്ട് ഒരു സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കടയിൽ കയറി. ഞാൻ നോക്കിയില്ല. നമ്മൾ നേരെ മുകളിലോട്ട് വലിഞ്ഞ് കയറി. നമ്മൾ എന്നിട്ട് ഇവിടെ നിന്ന് ഓർഡർ ചെയ്യുവാണ്. എന്താ ഇവിടെ വന്നിരിക്കുന്നത് ചോദിക്കും, ഞാൻ പറയാം. എന്താ വന്നിരിക്കണേ? ഫുഡ് കഴിക്കാൻ. എന്ത് കഴിക്കും? നമ്മൾ ഓർഡർ ചെയ്യും. എന്താ അക്ഷരം? നല്ല പാട്ടല്ലേ. ഞാൻ ട്രെയിനിൽ വന്നപ്പോൾ ഈ പാട്ട് കേട്ടോണ്ട് വരുമായിരുന്നു. അങ്ങനെ നമ്മൾ കടയിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനധികം എനിക്ക് തണുപ്പ് ഒരുപാട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു ഹോർലിക്സ് ഒരു പഴംപൊരിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ട് വേണോ കേട്ടോ? കഴിക്കാൻ പറ്റത്തില്ല. എക്സ്പ്രഷൻ ഒന്നും വന്നില്ല. ചൂടില്ല ഗൈസ്. തണുത്ത് മരവിച്ച് ഉണങ്ങി കിടക്കും. പിന്നെ അവളുമാർ ഭീകരമായിട്ട് കുറേ ഫലൂഡയും പിന്നെന്താണ് പിസ്താശേക്കും അത് ഇതൊക്കെ ഓർഡർ ചെയ്തു. ഒന്നും ടേസ്റ്റ് ചെയ്ത് പോലും നോക്കാൻ പറ്റാഞ്ഞുകൊണ്ട് കണ്ട വെള്ളമിറക്കിയിരുന്നു ഗൈസ്. നമ്മൾ അവിടെ നിന്ന് പിന്നെ നടന്ന് കുറേ മൊണാൾട്ട് കോഷ്ടികളൊക്കെ കാണിച്ച് നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാനുണ്ട്. ഇത് ഉച്ചയായ കേട്ടോ. അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഉച്ചയായപ്പോൾ നമ്മൾ നേരെ പാളയത്തോളം സംസമിലേക്ക് പോയി. സംസമിൽ പോയി ഞാൻ അവിടെ നിന്ന് ഫുഡിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിലെടുത്ത വീഡിയോ ആണത്. ചരിഞ്ഞ് തിരിഞ്ഞൊക്കെ പോയി. നമ്മളങ്ങനെ മന്തിയാണ് ഓർഡർ ചെയ്തത്. നമ്മളൊരു ഫുൾ മന്തി അല്ല, ഹാഫ് മന്തി ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ മന്തി കൊണ്ടുവരാൻ വേണ്ടി ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ അരമണിക്കൂർ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. അത്രയും വേണ്ടി തിരക്കായിരുന്നു, രക്ഷയില്ലാത്ത തിരക്കായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്ന് നമ്മളങ്ങനെ ഫുഡ് കഴിച്ചു ഗൈസ്. കൊള്ളായിരുന്നു. വിശന്നിരുന്നോടാണെന്ന് അറിയത്തില്ല, നല്ല ടേസ്റ്റായിരുന്നു ഫുഡ്. നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ ഭയങ്കര ക്ഷീണമായി. പിന്നെ ഇപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് തന്നെ ഒരു കടയിൽ ഇതൊരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ജ്യൂസിനെ കുറിച്ച്. ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ മിക്കപ്പോഴും വന്ന് കുടിക്കുന്നൊരു ജ്യൂസായിരുന്നു. നമ്മുടെ പ്യുവർലി ഓറഞ്ച് ജ്യൂസിനകത്തോട്ട് അവരുടേതായിട്ടുള്ള എന്തോ ഒരു സിറപ്പോ എന്തോ സാധനം ഒഴിച്ച് നല്ല ഐസ് ഇട്ട് നമുക്ക് തരും ഗൈസ്. അടിപൊളി സാധനമാണ്. അപ്പോഴത്തെ ആ ഒരു ചൂടിൽ നമുക്കത് കുടിച്ചു കഴിഞ്ഞാൽ എന്തോ ഇങ്ങനെ തണുത്തിറങ്ങും. അതുപോലത്തെ ഒരു ഇതാണ്. പക്ഷെ ഞങ്ങൾ ഇന്ന് ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് തിരക്കില്ലായിരുന്നു. ഞാൻ മുമ്പൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഈ കടയിൽ. ഒരുപാട് ആളുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം നിന്നിട്ടായിരിക്കും നമുക്ക് ആ വെള്ളം കിട്ടുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് ഒരു 30 രൂപയാണ് വാങ്ങുന്നത്. നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആണ്. നല്ല മധുരമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ജ്യൂസാണ് കേട്ടോ. ഫ്രഷ് ജ്യൂസിലേക്ക് ഈ ഒരു സംഭവം ചെയ്ത് കുടിക്കുന്ന അടിപൊളിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ആ തിളച്ച വെയിലത്ത് അതങ്ങ് കുടിച്ചപ്പോഴത്തേക്കും നല്ല സെറ്റായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് 4:05 അപ്പോൾ നമ്മൾ തിരിച്ച് ട്രെയിനിൽ കയറിയപ്പോൾ തിരിച്ച് പോയപ്പോഴത്തേക്കും നല്ല തിരക്കൊന്നും ഇല്ലാതെ സമാധാനത്തിൽ പോകുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരക്ക് വന്ന്. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്